ഹലോ, നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? അപ്പം വീഡിയോയിലേക്ക് പോവാം. ആക്ച്വലി ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അമ്മയാണ്. അമ്മയുടെ ചിക്കൻ കറി ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നമ്മളല്ലാതെ എന്താ ഉള്ളി അരിഞ്ഞെടുക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസും അത് ഉണ്ടാക്കുന്ന ആ ഒരു പ്രിപ്പറേഷനൊക്കെ ഒന്ന് കാണിച്ചു തരാം. അമ്മയും അമ്മാമ്മയും കൂടെ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അരിയാൻ തുടങ്ങി. ഞാനും ഒപ്പം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളതെല്ലാം അരിഞ്ഞിട്ട് സെറ്റാക്കി വെച്ച് അതിനുശേഷം അമ്മ ചിക്കൻ കഴുകി. പിന്നെ നമ്മളൊരു പാൻ എടുത്ത് വെച്ചിട്ട് പാനൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടായിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ കടുകൊന്ന് പൊട്ടിത്തെറിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഒന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇടാതെ വെളുത്തുള്ളി ഇട്ട് നമുക്കൊന്ന് നല്ലോണം വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയും കൂടെ കുറച്ചൊന്ന് വഴണ്ടി വരുമ്പം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് വഴണ്ടി വന്നപ്പം സവാളയും കൂടി ഇടുവാണേ. നമ്മളൊരു 8 സവാള എടുത്തിട്ടുണ്ടായിരുന്നു. വലിയ സവാളയായിരുന്നു. 3 കിലോ ചിക്കനാണ് കേട്ടോ. സവാളയും കൂടെ നമ്മളൊന്ന് എണ്ണയിൽ ഇഞ്ചിയോടൊപ്പവും വെളുത്തുള്ളിയോടൊപ്പവും ഒന്ന് വഴറ്റിയെടുക്കുക. പെട്ടെന്നൊന്ന് വരണ്ട് വരാൻ വേണ്ടിയേ അതൊന്ന് നമ്മൾ ഇച്ചിരി ഉപ്പ് കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഉപ്പിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കുവാണേ. അത്യാവശ്യം കളറ് മാറി വരുന്നുണ്ട് കേട്ടോ. കളറ് മാറി വന്ന് എണ്ണയൊക്കെ ആയിട്ടൊന്ന് ചേർന്ന് അപ്പം ഇനി നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. അതെല്ലാം ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് 2 തക്കാളിയും ഇടാവേ. നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടെ ഒന്ന് വഴന്നാൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ചിക്കൻ ഇടാവേ. ഇതൊക്കെ ലെഗ് പീസൊക്കെ ഞങ്ങൾ മാറ്റിയായിരുന്നു ഞാൻ വറുക്കാനായിട്ട് എടുത്ത്. നമുക്കതും കൂടെ എല്ലാമായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, ഒന്ന് വെന്തൊക്കെ തുടങ്ങി. അപ്പം ആ സവാളയൊക്കെ ആയിട്ട് വഴണ്ടുകൊണ്ട് നമുക്ക് മുളക് പൊടിയൊക്കെ ഇടാവേ. ആദ്യം കുറച്ച് മുളക് പൊടി ഇടാവേ. കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാല, ചിക്കൻ മസാല, കുറച്ച് ഉപ്പ് കൂടി ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. സാധാരണ ഞങ്ങൾ ഈ മസാലകളെല്ലാം കൂടെ നമ്മളൊന്ന് വറുത്തിട്ടാണ് ഇടുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് സമയമില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ തന്നെ ഇടുന്നത്.
കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. അതുകൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവേ. മസാല എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുത്തിട്ട് അതുമായിട്ടൊന്ന് ചേർന്ന് കഴിയുമ്പം നമുക്ക് ഇച്ചിരി വെള്ളം എടുക്കാവേ. ഇതൊന്ന് ചിക്കൻ ഒന്ന് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഒന്ന് വേവാൻ വേണ്ടി നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാവേ. നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് വേവാനുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ടെസ്റ്റേഴ്സൊക്കെ നടത്തി. അങ്ങനെ കറി നല്ലോണം കുറുകിയിട്ടുണ്ട്. പിന്നെ ഇത്രയും ചാറ് നമുക്ക് വേണം. നമ്മളങ്ങനെ കഴിക്കാനായിട്ട് ചോറെടുത്ത് കറിയും എടുത്ത് അമ്മ ഒന്നുകൂടെ ആ കറി ഒന്ന് പറ്റിച്ചെടുത്തായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.